ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുണ്ട്. അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് പറയുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഡിന്നറായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും എന്നുള്ള പല റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ഇപ്പോൾ ഒഫീഷ്യലി ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോണി ലീവ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സോണി ലീവിൽ മാസത്തിൽ ഒരു സിനിമ മാത്രമേ റിലീസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഈ മാസം ഇനി സോണി ലീവിൽ റിലീസ് ഉണ്ടാവില്ല. അടുത്ത മാസം ഫെബ്രുവരി മാസത്തിലായിരിക്കും ഈ സിനിമയുടെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത സിനിമ എന്നുള്ളത് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഒരു മികച്ച വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ആസിഫ് അലി പ്രധാന വേഷം കൈകാര്യം ചെയ്ത രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെയും OTT റൈറ്റ്സ് സോണി ലീവ് സ്വന്തമാക്കിയതുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മാർക്കോയും രേഖാചിത്രം ഈ രണ്ട് സിനിമകളുടെയും OTT റൈറ്റ്സ് സോണി ലീവാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ മാർക്കോ ഫെബ്രുവരിയിലാണെങ്കിൽ രേഖാചിത്രം മാർച്ചിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. എന്തായാലും റിലീസ് ഡേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു മലയാള സിനിമയാണ് ഇന്നലകൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതുകൂടാതെ ഒരു മലയാള സിനിമ കൂടിയുണ്ട്. നീലമുടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. IFKയിലൊക്കെ പ്രദർശിപ്പിച്ച സിനിമയാണ്. ഈ സിനിമയും മനോരമ മാക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഷോർട്ട് ഫിലിമാണ്. എൻ്റെ ഒരു സുഹൃത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. മൈ വൈഫ് ഈസ് മിസ്സിംഗ് എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് വരുന്നത്. അഷ്റഫ് ബംബ്രാണിയാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത്. 27-ാം തീയതി, അതായത് മറ്റന്നാൾ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്നതാണ്. കറ്റ്ലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ വഴിയാണ് ടീസർ റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതേ സെയിം യൂട്യൂബ് ചാനൽ വഴി ജനുവരി മാസം 31-ാം തീയതി ഈ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നതാണ്. മൈ വൈഫ് ഈസ് മിസ്സിംഗ് എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ദ സബർമതി റിപ്പോർട്ട് എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി ഭാഷയിൽ C5 ഇതിനു മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് തെലുങ്ക് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട് C5 വഴി. അപ്പോൾ ഈ ഒരു സിനിമ കണ്ട് നിങ്ങൾ മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് വെനം ദ ലാസ്റ്റ് ഡാൻസ് പറഞ്ഞ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന മാർവലിന്റെ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും